സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് ജയലക്ഷ്മി കണ്ടത്. അപ്പോഴാണ് ഓർത്തത് ദീക്ക് ഡാൻസിന്റെ യൂണിഫോം വാങ്ങാനുണ്ടല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ജയലക്ഷ്മിയിലോട്ട് കയറി. അമ്മയും മോളും കൂടെ അവിടെ അടിമുടി നോക്കിയെങ്കിലും ഉദ്ദേശിച്ച കളറിൽ ഉദ്ദേശിച്ച മെറ്റീരിയൽ കിട്ടിയിട്ടില്ല. വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് തന്നെ പിന്നെ അധികം തിരിഞ്ഞു കളിക്കാതെ ഞങ്ങൾ നേരെ മേഫ്ലവറിലോട്ട് ഇട്ടു. കയറുമ്പോൾ തന്നെ അവിടുത്തെ സ്പെഷ്യലൊക്കെ നോക്കുമെങ്കിലും അമ്മയ്ക്ക് നോൽമ്പായതുകൊണ്ട് ഞങ്ങൾക്കും വെജേ വാങ്ങി തരുള്ളൂ. എന്നിട്ട് എപ്പോഴത്തെയും പോലെ പൊറോട്ട ഓർഡർ ചെയ്തു. നല്ലൊരു മഷ്റൂം കറി ആയതുകൊണ്ട് നല്ലൊരു പിടുത്തം പിടിച്ച്. സാധാരണ ഒരു പൊറോട്ടയെ നിർത്തണം ഞാനാ. 2 പൊറോട്ട കഴിച്ചപ്പോഴാണ് എന്നാ പിന്നെ ഒരു അപ്പം കൂടെ ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചത്. വെയിറ്റർ സാധനം കൊണ്ടുവരുമ്പം അമ്മയ്ക്ക് കുറവായിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ തിന്നണതൊന്നും തടി കാണുന്നില്ലല്ലോ, ഇതൊക്കെ എങ്ങോട്ട് പോകണമെന്നായിരുന്നു അമ്മേന്റെ മട്ട്. എന്നിട്ട് കുറച്ച് ദിയാന്റെ ലൈമെന്ന് വാങ്ങി കുടിച്ചിട്ട് ഞാൻ പരിപാടി അവസാനിപ്പിച്ച്. ദിയാണെങ്കിൽ റിവ്യൂ എഴുതാൻ ഒരു പേപ്പർ കിട്ടിയപ്പം പേരും നാളും കൂടാതെ ജാതകം വരെ എഴുതിയെടുക്കുകയായിരുന്നു. ഇനി അടുത്ത ദിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ പോകണം. സ്കൂളിലേക്ക് ബ്ലാക്ക് ചെരുപ്പ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞാണോ വാങ്ങിയത് നല്ല തൂവെള്ള, അതുകൊണ്ട് ഒരു ബ്ലാക്ക് ചെരുപ്പും കൂടെ വാങ്ങി. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഇടയിൽ എന്തോ ഒരു പാസ്ത പോലത്തെ സാധനം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങി. അതൊക്കെ ബില്ലാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു മുട്ടുസൂചി പോലും ഒറ്റയ്ക്ക് പോയി വാങ്ങാൻ അറിയാത്ത ഒരാളായിരുന്നു എന്റെ അമ്മ. ഇപ്പൊ കണ്ടില്ലേ, നല്ല തക്കാളി തിരഞ്ഞെടുത്ത് വാങ്ങാൻ വരെ പഠിച്ച്. അതാണ് ജീവിതം, പലരും പലതും പഠിപ്പിക്കുന്നു പറയണത് ശരിയാണ്. ഈ കേൾക്കണത് പലർക്കും ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. എവിടെയൊക്കെ പോയാലും തിരിച്ച് വീട്ടിൽ കയറുന്നതിന് മുന്നേ അമ്മേന്റെ വീട്ടിലൊന്ന് കയറുന്നത് ഒരു പതിവാണ്. എന്തൊക്കെ വാങ്ങി എവിടെയൊക്കെ പോയി എന്നുള്ള വിശേഷങ്ങൾ കേൾക്കാൻ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണാനും കാണിച്ചു കൊടുക്കാനും ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.